പുള്ളിമാനല്ല മയിലല്ല മധുരക്കരിമ്പല്ല മാരി വില്ലൊത്ത പെണ്ണാണ് ഇവൾ മാരി വില്ലൊത്ത പെണ്ണാണ്. പുള്ളിമാനല്ല മയിലല്ല മധുരക്കരിമ്പല്ല മാരി വില്ലൊത്ത പെണ്ണാണ് ഇവൾ മാരി വില്ലൊത്ത പെണ്ണാണ്. റിയാലിറ്റി ഷോ രംഗത്തോടെ കടന്നു വന്നാൽ അവസാനം പിന്നണി രംഗത്ത് വളരെ പോപ്പുലറായി നിൽക്കുന്ന റജിയ റിയാസാണ് ഇപ്പോൾ നമ്മൾ കൂടെ ഉള്ളത്. അസോസിയേഷനുമായിട്ട് എന്ന് മുതലാണ് പാർട്ടിസിപ്പേറ്റ് ചെയ്ത് തുടങ്ങിയത്? ഞാൻ ആക്ച്വലി എൻ്റെ നേറ്റീവ് എറണാകുളത്താണ്. പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ, അതായത് കാലിക്കറ്റിലേക്ക് വന്നത് എൻ്റെ കല്യാണം കഴിഞ്ഞപ്പോഴാണ്. ഇവിടെ വന്നപ്പോഴേക്കും ഈ ഒരു ഓർഗനൈസേഷൻ, അതായത് NWA എന്ന് പറഞ്ഞൊരു ഓർഗനൈസേഷൻ്റെ ഒരു ഗുണം എന്താണെന്ന് എനിക്കാണ് ഏറ്റവും കൂടുതൽ കിട്ടിയിട്ടുള്ളത്. എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. മറ്റൊന്നുമല്ല, ഒരു പുതിയ സിംഗർ എസ്റ്റാബ്ലിഷ്ഡ് ആയിരിക്കാം, പക്ഷെ ഒരു പുതിയ ലൊക്കാലിറ്റിയിലേക്ക് മാറിക്കഴിയുമ്പോൾ അവിടെയുള്ള ആളുകളുമായിട്ടൊക്കെ എവിടെയെങ്കിലും ഒരു കണക്ഷൻ കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും, പ്രത്യേകിച്ച് മ്യൂസിക് ഫീൽഡിലുള്ള. സീരിയസ്ലി അതാ പറഞ്ഞത്. അപ്പോൾ അങ്ങനെയുള്ള എനിക്ക് വളരെ എളുപ്പമാക്കി തന്നു. എൻ്റെ ജോലി കുറച്ചുകൂടി എളുപ്പമായി, എൻ്റെ യാത്ര കുറച്ചുകൂടി എളുപ്പമായി. ഈ ഓർഗനൈസേഷനിൽ വന്നപ്പോൾ ഒത്തിരി ആളുകളെ കണ്ടു. പിന്നെ ഇതിന്റെ പുറകിൽ നടക്കുന്ന കുറെ കാര്യങ്ങൾ അറിയാൻ പറ്റി. ഇതൊരു ടീം വർക്ക് ആണല്ലോ ഡെഫിനറ്റ്ലി. അപ്പൊ അതിൻ്റെതായിട്ടുള്ള എല്ലാ നന്മകളും ഈ ഗ്രൂപ്പിലുണ്ട് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എറണാകുളത്ത് നിന്ന് കോഴിക്കോടേക്ക് വന്നതിന് ശേഷമുള്ള പാട്ടനുഭവങ്ങൾ എങ്ങനെയാണ്? എൻ്റെ മ്യൂസിക്കിനോടുള്ള കാഴ്ചപ്പാടുകളും ജീവിതത്തോടുള്ള കാഴ്ചപ്പാടുകളും മാറി. കാരണം ഇവിടെയുള്ള ആളുകളുടെ ഒക്കെ ആയിട്ടുള്ള സമ്പർക്കവും ഇവിടുത്തെ മ്യൂസിക്കും. ഞാനങ്ങനെ ഗസൽസ് ഒന്നും അധികം ചെറുപ്പത്തിലേ ഒന്നും കേൾക്കാറുള്ള ഒരാളൊന്നുമല്ല. എൻ്റെ വാപ്പച്ചി ഒരു പഴയകാല മ്യൂസിക് പ്രൊഡ്യൂസർ ആയിരുന്നു. പക്ഷെ ഗസൽസ് ഒന്നും അങ്ങനെ അധികം കേൾക്കാറൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇവിടെ വന്നപ്പോൾ ആ ഒരു ടേസ്റ്റ് വന്നു. ഇപ്പൊ ഞാൻ എസ്റ്റാബ്ലിഷ്ഡ് ആയിക്കൊണ്ടിരിക്കുന്ന മേഖല ഗസൽ കൂടിയാണ്. അപ്പൊ അതിനൊക്കെ എനിക്കൊരു കാരണമാണ് ഇവിടേക്ക് വന്നപ്പോഴേക്കും. തീർച്ചയായും കോഴിക്കോട് വന്ന സമയത്ത് ഈ പറഞ്ഞു ഗാനാസ്വാദകരുടെ അഭിരുചി വ്യത്യസ്ത രീതിയിലാണ്. തീർച്ചയായും അപ്പൊ ആ നിലയ്ക്ക് പാട്ടാസ്വാദകരുമായിട്ടുള്ള ഒരു നേരിട്ടുള്ള സമ്പർക്കം എങ്ങനെ കിട്ടിയിട്ടുള്ളത്? അതാണ് ഞാൻ ഈ പറഞ്ഞത്. അതായത് ഗസൽ അല്ലെങ്കിൽ ഒരു മെഹഫിൽ, ഒരു വേദിയിൽ ഇരിക്കുന്ന സമയത്ത് നമുക്ക് സാധാരണ ഒരു പിന്നണി ഗായികയ്ക്ക് ആളുകളുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്നതിന് ഒരു പരിധി ഉണ്ടാവാറുണ്ട്. പക്ഷെ ഇത് അങ്ങനെയല്ല. ഇത് വളരെ നേരിട്ട് വന്നിട്ട് ആളുകൾക്ക് നമ്മളോട് സംസാരിക്കാം, നമ്മളോട് പാട്ടുകൾ പറയാം. അവർക്ക് ഇഷ്ടമുള്ളത് നമുക്ക് അറിയുന്നതാണെങ്കിൽ അതൊരു 4 വരെയാണെങ്കിൽ അത് പാടിക്കൊടുക്കുമ്പോൾ അവിടെ നിന്ന് കിട്ടുന്ന ഒരു വൈബ് അല്ലെങ്കിൽ ആ ഒരു കണക്ഷൻ, അത് ഭയങ്കര വ്യത്യാസമുണ്ട്. പറഞ്ഞു വന്നപ്പോഴേ നമ്മുടെ ഈ പ്രത്യേകിച്ച് പിന്നണി ഗായികമാരൊക്കെ അത്രയും പോഷ് ലൈഫിലേക്ക് നിൽക്കുന്ന ആളുകളാണ്. പക്ഷെ കോഴിക്കോട് എത്തുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും പാട്ടാസ്വാദകരും സിംഗേഴ്സും തമ്മിലുള്ള അകലം വളരെ കുറഞ്ഞ് അവര് ഇഴുകിച്ചേരുന്ന ഒരു സംഭവമുണ്ട്. തീർച്ചയായും അതിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? അത് എളുപ്പമാണ് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇങ്ങോട്ടേക്ക് വരുമ്പോ നമ്മുടെ അവിടെ, അതായത് കൊച്ചിയിലൊക്കെ എപ്പോഴും പറഞ്ഞതുപോലെ ആസ് എ സെലിബ്രിറ്റി എന്നൊരു ലേബലിലാണ് മറ്റുള്ള ആളുകൾ നമ്മളെ നോക്കിക്കാണുക. അപ്പോൾ ചിലപ്പോൾ നമ്മളോട് വന്ന് സംസാരിക്കാനോ ചിലപ്പോൾ നമ്മുടെ കുറവുകളൊക്കെ നമ്മളെക്കാളേറെ മനസ്സിലാവുന്നുണ്ടാവും, പക്ഷെ കൺവേ ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല. ഇത് പക്ഷെ വളരെ സൗഹാർദ്ദപരമായിട്ട് ഒരു റിലേഷൻ കാണികളുമായിട്ടുണ്ടാവും. നമ്മുടെ തെറ്റുകുറ്റങ്ങളായിക്കോട്ടെ, നന്മകളായിക്കോട്ടെ, സജഷൻസ് ആയിക്കോട്ടെ, അവർക്ക് ഈസിലി വന്ന് പറയാൻ പറ്റുന്ന ഒരു സംഭവമാണ്. പലപ്പോഴും തെക്ക് ഭാഗത്തു നിന്നൊക്കെ വന്ന് സിംഗേഴ്സ് കൂടെ പാടുന്ന സമയത്ത്, പ്രത്യേകിച്ച് ബീച്ചിൽ, അതേപോലെ നമ്മുടെ വലിയ ടാഗോർ ഹാൾ, ടൗൺ ഹാളൊക്കെ പാടുന്ന സമയത്ത് അവരെപ്പോഴും പറയാറുണ്ട് കോഴിക്കോടുള്ള ആസ്വാദകര് അത്രയും ഇഷ്ടത്തോടു കൂടി പാട്ട് ആസ്വദിക്കും. അതേപോലെ തന്നെ ഇവരുടെ മുമ്പിൽ പാടുക എന്നുള്ള ചലഞ്ചുമാണ്. കാരണം ഇവർക്ക് പാട്ടിനെ കുറിച്ച് A to Z അറിയാനുണ്ട്. എന്താണ് അനുഭവം? കല്യാണം കഴിഞ്ഞിട്ട് ഒരു 12 വർഷമായി. ഈ 12 വർഷത്തിനിടയിൽ ഞാൻ ഒരുപാട് തവണ ടൗൺ ഹാളിൽ വന്ന് പാടിയിട്ടുണ്ട്. പക്ഷേ പറഞ്ഞ പോലെ ഈ ഒരു മെന്റാലിറ്റി എനിക്കും വരാറുണ്ട്. അതായത് തെറ്റ് പറ്റരുത് എന്നുള്ളത്. കാരണം നമുക്ക് പറ്റിയാൽ എവിടെ ആരെങ്കിലും ഒരാളെങ്കിലും അത് കണ്ടെത്തി നമ്മളോട് വന്ന് പറഞ്ഞിരിക്കും. അപ്പൊ അതുണ്ടാവാതെ നോക്കുക എന്നുള്ള റെസ്പോൺസിബിലിറ്റി കൂടി കൂടുതലാണ് ഡെഫിനറ്റ്ലി.